ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു ഐ ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഇതും ഒരാൾ ചോദിച്ചതാണ്. ആൾക്ക് കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ പ്രായമാവും തോറും നമുക്കിങ്ങനെ റിങ്കിൾസ് പോലെ വരും. ചിലവർക്ക് ബാഗ്സ് വരും, ചിലവർക്ക് കറുത്ത നിറം വരും. ഇപ്പോൾ ചെറുപ്പം കുട്ടികൾക്കൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺലൈറ്റ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ണിൻ്റെ തടം ഇങ്ങനെ കറുത്ത് വരും. അപ്പോൾ അതിന് വേണ്ടി എല്ലാത്തിനും വേണ്ടിയുള്ള ഒരു ക്രീം, എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ ഈ ക്രീമിലുണ്ട്. കാരണം അതിന് വേണ്ടിയുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതൽ നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അത് കെമിക്കലാണെന്ന്. പക്ഷേ അത് നാച്ചുറലി ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഇന്നിപ്പോൾ മാർക്കറ്റിൽ മിക്ക പ്രോഡക്ട്സിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഇഫക്റ്റീവാണ്. നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന വൈറ്റമിൻ സി പോലെയുള്ള ഇൻഗ്രീഡിയൻസിനെയാണ് നമ്മൾ ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. കണ്ണിൻ്റെ അടിയിൽ നമുക്ക് എപ്പോഴും ജെൽ ബേസ്ഡ് ആണ് നല്ലത്. അതായത് മറ്റേ ഹോട്ട് പ്രോസസ്സിൽ കൂടി അല്ലാതെ കോൾഡ് പ്രോസസ്സ് ജെൽ ബേസ്ഡ് ടൈപ്പാണ് നമുക്ക് എപ്പോഴും നല്ലത്. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാന്ന് വെച്ചാൽ ഹോട്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന എമൽസിഫയർ നമുക്ക് പലപ്പോഴും കണ്ണിൻ്റെ അടിയിൽ ഈ ഒരു ജാതി കുരു പോലത്തെ ഒരു സാധനം കൊണ്ടുവരും. ഈ കുരു പോലെയുള്ളതിന് നമ്മൾ സാധാരണ പറയാം മിലിയ എന്നാണ് പറയുന്നത്. ഇത് മെയിനായിട്ട് വരുന്നതിൻ്റെ കാരണം നമ്മൾ ഈ ഓയിൽ ബേസ്ഡ് ക്രീമുകളൊക്കെ നമ്മൾ പുരട്ടും, മേക്കപ്പ് ഇടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഡെഡ് സ്കിൻ ഉണ്ടാവുമല്ലോ, കെരാറ്റിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കിന്നിന് ആവശ്യകത ഇത് സ്ട്രോങ് ആയിട്ട് നിർത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഡെഡായി പോകും. പക്ഷേ ഈ ഡെഡ് സെൽസ് അത് ഫോളോ ഓഫ് ചെയ്യുന്നില്ല, അത് വീണ് പോവില്ല. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ഒരു ക്രിസ്റ്റൽ പരുവത്തിൽ, ഒരു പിമ്പിൾ പരുവത്തിൽ തൊലിയുടെ അടിയിൽ അത് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചൂട് ബേസ്ഡ് ആയിട്ടുള്ള ജെൽ ബേസ്ഡ് അല്ലാത്ത ക്രീമുകളോ അല്ലെങ്കിൽ അണ്ടർ ഐ ക്രീമുകളോ നമ്മൾ യൂസ് ചെയ്ത് മര്യാദയ്ക്ക് നമ്മളത് വാഷ് ചെയ്ത് കളയാതെ എക്സ്ഫോളിയേറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടാവും. എനിക്കിതാണ് സംഭവിച്ചത്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്രീം ഉണ്ടാക്കി ഞാൻ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് മാറാനായിട്ട് പുരട്ടി, എന്നിട്ട് ചെറിയ ചെറിയ ബംസ് പോലെ വന്നു. ഇനി ഇത് കളയാനായിട്ട് ഇത് കംപ്ലീറ്റ് പോവില്ല, കാരണം ഇത് സ്കിന്നിൻ്റെ അടിയിലാണ്. അതിന് ട്രീറ്റ്മെൻറ്റുകളൊക്കെ വേറെയുണ്ട്. അല്ലാതെ നമുക്കതൊന്ന് ഒന്ന് ഒതുക്കി നിർത്താനായിട്ട് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ, ആര്യവേപ്പിൻ്റെ ഇല പൊടിച്ചത്, പിന്നെ ഓട്സ്, ഇങ്ങനെയുള്ള എല്ലാ പൊടികളും കൂടി ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ കണ്ണിൻ്റെ അടിയിൽ പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് റബ്ബ് ചെയ്യരുത്, കാരണം അത് സോ സെൻസിറ്റീവാണ് നമ്മുടെ അണ്ടർ ഐ ആ പാർട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് വാഷ് ചെയ്ത് കളയും. അപ്പോൾ അത് എപ്പോഴും അത് എക്സ്ഫോളിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അപ്പോൾ അത് അത്ര വിസിബിൾ അല്ല. നമ്മൾ മേക്കപ്പ് ഒന്നും ഇടുമ്പോൾ ഒട്ടും വിസിബിൾ ആവില്ല. അല്ല, നമ്മളിത് എക്സ്ഫോളിയേറ്റ് ചെയ്യാതെ അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ബംസ് ആയിട്ട് അത് വരും. ഇതാണ് നമ്മുടെ ഫോമുല. ഞാൻ 50 ഗ്രാം ഉണ്ടാക്കി, കാരണം 25 ഗ്രാമൊക്കെ നമുക്ക് അളന്നെടുക്കാൻ ഭയങ്കര പാടാണ്. ശരിക്കും പറഞ്ഞാൽ 25 ഗ്രാമിൻ്റെ ആവശ്യമുള്ളൂ ഒരാൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ അലവര നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത്. ഇനി സെപ്പിമാക്സൻ ഇതെന്ന് പറയുന്നത്, ഞാൻ ഇതിന് മുൻപ് ഈ ഒരു EMT10 എന്ന് പറയുന്ന ഒരു സാധനം കോൾഡ് പ്രോസസ്ഡ് എമൽസിഫയർ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. അതുപോലെയുള്ളതാണ് ഈ സെപ്പിമാക്സൻ എന്ന് പറയുന്നത്. ഇതൊന്നും കൂടി നല്ലൊരു ഗ്രേഡ്, നല്ല ക്വാളിറ്റി സാധനമാണ് ഈ ഇൻഗ്രീഡിയൻറ്റ്. EMT10 നല്ലതാണ്. EMT10 ഞാൻ പൊതുവേ ജെൽ ബേസ്ഡ് ക്രീം ബോഡിക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ പൊതുവേ യൂസ് ചെയ്യാറ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫേസ്, നെക്ക്, അണ്ടർ ഐ ഒക്കെ നമുക്ക് ഒത്തിരി ഒന്നും കൂടി സെൻസിറ്റീവായിട്ടായിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി EMT10 വെച്ച് ഉണ്ടാക്കണവർക്ക് അതും ചെയ്യാം. അടുത്ത സെക്ഷൻ നമ്മുടെ നയാസിനമൈഡ്, ഹൈലറോണിക് ആസിഡ്, പാന്തനോൾ പൗഡർ. അതാണ് നമ്മുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. ഇതിൽ ഹൈലറോണിക് ആസിഡാണ് ഇതിൽ സ്റ്റാർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ റിങ്കിൾസ് കുറയ്ക്കാനും പഫിനെസ് കുറയ്ക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നു. അതായത് സ്കിന്നിനെ നല്ല ടൈറ്റായിട്ട് നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതിന് കുറച്ച് എല്ലാ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനവും ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ് ഹൈലറോണിക് ആസിഡ്. ഏതൊരു ക്രീം മാർക്കറ്റിൽ നമ്മൾ ഹൈലറോണിക് ആസിഡ് ഉള്ളത് നമ്മൾ വാങ്ങുമ്പോൾ അതിന് വില കൂടുതലായിട്ടുള്ളത് കാണും. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്കറിയില്ല ഏത് ടൈപ്പിലുള്ള ഹൈലറോണിക് ആസിഡാണ് അവർ ഉപയോഗിക്കുന്നതെന്ന്. കാരണം അതിന് പല വെയ്റ്റിൽ അത് വരുന്നുണ്ട്. ഇഫക്റ്റീവും സ്കിന്ന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതും നമുക്ക് റിസൾട്ട് കിട്ടുന്നതൊക്കെ വളരെ ലോ മോളിക്യൂൾ എന്ന് പറയും. വളരെ തിൻ പൗഡർ ആയിരിക്കും അത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു കോട്ടിംഗ് ആയിട്ടേ ഇരിക്കുകയുള്ളൂ. അത് സ്കിൻ അബ്സോർബ് ചെയ്യാനും അതിൻ്റെ റിസൾട്ട് കിട്ടാനും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിനനുസരിച്ച്, അതിൻ്റെ വെയിറ്റിനനുസരിച്ചാണ് ആ റേറ്റ് കൂടിയും കുറഞ്ഞിരിക്കുന്നത്. ഞാനൊരു ഹൈലറോണിക് ആസിഡിൻ്റെ സിറം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ ലോ വെയിറ്റ് ആയിട്ടുള്ള ഹൈലറോണിക് ആസിഡ് പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നയാസിനമൈഡ് വളരെ ഫേമസ് ആണ്. എന്തിന്? നിറം, അതായത് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് അതൊക്കെ കളയാനായിട്ട്. പിന്നെ പാന്തനോൾ പൗഡർ, നമ്മൾക്ക് ഈ കണ്ണിൻ്റെ അടിയിൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാതിരിക്കുക, ഡീഹൈഡ്രേഷൻ വരാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ്. അതിന് വേണ്ടിയുള്ളതാണ് ഈ പാന്തനോൾ പൗഡർ. വേറൊരു പേരിൽ അറിയപ്പെടുന്നത് വൈറ്റമിൻ B5. പിന്നെ നയാസിനമൈഡ് അറിയപ്പെടുന്നത് വൈറ്റമിൻ B3.
ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് എക്സ്ട്രാക്റ്റുകളാണ്. ഇതൊക്കെ വാട്ടർ ബേസ്ഡ് എക്സ്ട്രാക്റ്റുകളാണ്. ഇത് ഒരിക്കലും ഓയിൽ കൂടി ജോയിൻ ചെയ്ത് പോവില്ല. പ്രപ്പനിഡോൾ 1-3 ഞാൻ പലപ്പോഴും യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതും നമ്മുടെ ഗ്ലിസറിന് പകരം, ഗ്ലിസറിൻ ഈ പറഞ്ഞ മാതിരി അത്ര നല്ലതല്ല, ഇത്തിരി ഓയിലി ഒരു ടെക്സ്ചറുള്ള ഒരു സാധനമാണ്. അതിന് പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ മൾബറി എക്സ്ട്രാക്റ്റ്, പപ്പായ എക്സ്ട്രാക്റ്റ്, വാട്ടർമെലൺ എക്സ്ട്രാക്റ്റ്, ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ്, ഇതൊക്കെ സ്കിന്നിന് വൈറ്റമിൻ സി ഉള്ളതാണ്, ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, നമ്മൾക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പ് വരുമ്പോൾ പലപ്പോഴും പറയുന്നത് ഗ്രീൻ ടീയുടെ ബാഗ് എടുത്തിട്ട് നമ്മളത് കണ്ണിൻ്റെ തടത്തിൽ വെച്ച് കൊടുക്കാനൊക്കെ പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഓയിൽ ആണ്. കുറച്ച് ഓയിൽ ഞാൻ ഓൾമോസ്റ്റ് 7% ഓയിൽ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, പ്രശ്നമില്ല. അതിൽ വളരെ തിന്നായിട്ടുള്ളൊരു ഓയിൽ കൊക്കോ കാപ്രിലേറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓയിൽ. ബാക്കിയുള്ള ഓയിലുകളൊക്കെ ഈ പറഞ്ഞ മാതിരി മോയ്സ്ചറൈസ് നിർത്താനും, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഇതിൽ മെയിനായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് കൂടുതൽ നാൾ പ്രിസർവ് ചെയ്ത് വയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഒപ്റ്റിപെൻ പ്ലസ് ആണ് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രിസർവേറ്റീവ്. ജിയോഗ DCT അല്ല. ജിയോഗ DCTക്ക് എപ്പോഴും ഒരു കാരണം ഇതിൽ നമ്മൾ യാതൊരു വിധത്തിലുള്ള എസെൻഷ്യൽ ഓയിലും ഫ്രാഗ്രൻസ് ഓയിലും ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കണ്ണിൻ്റെ അടിയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജിയോഗ DCTക്ക് ഒരു ചെറിയൊരു സ്ട്രോങ് സ്മെല്ലുണ്ട് അതിന്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പിന്നെ അതിൽ സലിസിലിക് ആസിഡ് എന്ന് ഉള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ അടിയിൽ ശരിക്കും പറഞ്ഞാൽ സലിസിലിക് ആസിഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ മുഖത്തിനൊക്കെ ആണെങ്കിൽ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒപ്പിറ്റൻ പ്ലസ് ഓപ്റ്റ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് സ്റ്റെപ്പ് നോക്കാം. ആദ്യം വാട്ടറും അലോവേര ജ്യൂസും കൂടി അളന്നെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് ഈ സെപ്പിമാക്സിന്. വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു വൈറ്റ് കളറിലുള്ളൊരു പൗഡറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് അലോവേര ജെല്ല് ഉണ്ടാക്കിയെടുക്കാം. ക്ലിയർ ജെല്ല്, അലോവേര പൗഡറും ഇതും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി അത് നമുക്ക് ഓവർനൈറ്റ് വെക്കാം. കാരണം നന്നായിട്ട് അത് സോക്കാവണം. അതിലൊരു തരി പോലും വൈറ്റ് ഇത് കാണരുത്, അല്ലെങ്കിൽ സെപ്പറേഷൻ വരും ക്രീം ഉണ്ടാക്കുമ്പോൾ. നമുക്ക് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അളന്നെടുക്കാം. എല്ലാം ഏകദേശം ഒരു വൈറ്റ് കളർ പൗഡറിൽ തന്നെയാണ് വരുന്നത്. ഇതൊക്കെ വാട്ടർ സോലുബിൾ ആണ്. ഇതിൽ ഓയിൽ മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളിതൊക്കെ കൂടി ഇതിലേക്ക് ഇടുമ്പോൾ അങ്ങനെ തിക്നെസ് കൂട്ടുക അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഹൈ വെയിറ്റുള്ള ഹൈഡ്രോണിക് ആസിഡ് നമ്മൾ വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിൻ്റെ ആ തിക്നെസ് കൂടും, ഒരു ഗമ്മ് പോലെ അത് പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള എക്സ്ട്രാക്റ്റുകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് ആ പൗഡറുകളെല്ലാം എക്സ്ട്രാക്റ്റിൽ നന്നായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ എല്ലാ എക്സ്ട്രാക്റ്റുകളും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്റ്റ് ഉണ്ടല്ലോ, അത് ഒരു നേരിയൊരു പ്യുവർ വൈറ്റ് കളർ ക്രീമിന് കൊണ്ടുവരില്ല. അത് നേരിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും. ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്റ്റ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ലൈറ്റ് ഗ്രീനൊക്കെ ആയിട്ട് വരും. ഇനി എല്ലാ ഓയിലുകളും നമ്മൾ അളന്നെടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ജെല്ലായിട്ടുണ്ട് ഇപ്പോൾ. ഇനി അതിലേക്ക് നമ്മൾ എക്സ്ട്രാക്റ്റുകൾ വെച്ചിരുന്ന വെള്ളത്തിൻ്റെ എക്സ്ട്രാക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഹെവി ആയിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മിക്സിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്. കാരണം ഇത് നമ്മൾ ചൂടാക്കുന്നില്ലല്ലോ, കോൾഡ് പ്രോസസ്ഡ് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയാണ്. ഇതിപ്പോൾ വളരെ കുറവുണ്ടാക്കിയത് കൊണ്ട് കൈക്ക് ശരിക്കും നല്ല സ്ട്രെയിനാണ്. ഹാൻഡ് ബ്ലെൻഡർ അല്ലെങ്കിൽ ഹാൻഡ് മിക്സറൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ആയിട്ട് ചെയ്താലാണ് അതിൻ്റെ ആ ശരിക്കുള്ള ഇതിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ സെപ്പറേഷൻ വരും. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്യാം. ലാസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. pH ടെസ്റ്റ് ചെയ്യുന്നു. pHൽ വലിയ വേരിയേഷനൊന്നും വന്നിട്ടില്ല. അത് കറക്റ്റ് തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രിസർവേറ്റീവ് മാറ്റിയാണല്ലോ ഉപയോഗിച്ചത്. മറ്റേ ജിയോ ഗാർഡ് ആണെങ്കിൽ pH താഴെ പോകും. അതുകൊണ്ട് എത്ര മിക്സ് ചെയ്തു എന്ന് പറഞ്ഞാലും പേടിയാണ്. കാരണം ഈ ജെൽ ബേസ്ഡിന് സെപ്പറേഷൻ കൂടുന്ന കാരണം ഞാൻ പിന്നെ ആ കോഫി നമ്മൾ പതപ്പിക്കുന്ന ആ ഫോത്തിൽ വെച്ചിട്ടൊന്നും കൂടി ചെയ്തു. നിങ്ങളുടെ കയ്യിൽ മിനി വിസ്കോ അല്ലെങ്കിൽ ബ്ലെൻഡറോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും വെച്ച് നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നതിനേക്കാളും മുൻപ് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ വളരെ ചെറിയൊരു ഡ്രോപ്പ് എടുത്തിട്ട് അത് നന്നായിട്ട് കണ്ണിന് ചുറ്റും മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് ഇത്. കാരണം എന്ന് വെച്ചാൽ ജെൽ ബേസ്ഡ് ആയതുകൊണ്ടാണ്. മെയിനായിട്ട് അലോവേര ഉണ്ട്, പാന്തനോൾ, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ശരിക്കും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. കാരണം മെയിൻലി ഇതിൽ നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. മുഖത്ത് ചുളിവുകൾ, പാടുകൾ, അല്ലെങ്കിൽ മുഖം തൊലി ചുളിഞ്ഞു വരിക, സാഗ് ചെയ്യുക, അങ്ങനത്തേനൊക്കെ ഹൈഡ്രോണിക് ആസിഡ് നല്ലതാണ്. അപ്പോൾ ഈ ഹൈഡ്രോണിക് ആസിഡ് വെച്ച് നമുക്ക് ക്രീമുകളും ലോഷൻസും മുഖത്തിനും വേണ്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ചെറിയൊരു വേരിയേഷൻ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫേസ് ക്രീം ആവും എന്നുള്ളതാണ് വേറൊരു കാര്യം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.